ഹായ്. വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷനുള്ള എല്ലാവരും മൗനികളാണോ? മൗനികൾ എന്ന് പറഞ്ഞാൽ മ്യൂട്ടായിട്ട് ഭയങ്കര ഡൗണായിട്ട് ആകെ ഇങ്ങനെ അങ്ങനെയുള്ളവരാണോ? അതോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ വിഷാദത്തിലാണ് എന്ന് പറയുള്ളൂ? അല്ല. നിങ്ങൾക്കില്ല എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്നതാണ്, ഇപ്പം ഹോസ്റ്റലേഴ്സ്, റൂംമേറ്റ്സ്, ഇതിന് ഭാര്യയും ഭർത്താവും തന്നെ ആയിക്കോട്ടെ, ഈ സൂയിസൈഡൊക്കെ വരുമ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് വന്ന് സൂയിസൈഡ് ചെയ്യും. അതായത് ചിലപ്പോൾ അവർ ഡെത്തിലേക്ക് തന്നെ പോകും. മരണപ്പെടുമ്പോഴും പലപ്പോഴും ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു റൂംമേറ്റ് ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ആ റൂമിലുള്ള മറ്റൊരാൾക്കോ ഈ മറ്റേ വ്യക്തി ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് പലപ്പോഴും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടില്ല. അവർ കള്ളം പറയണതല്ല, അത് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. പലപ്പോഴും അത് ഡിപ്രഷൻ കാരണമായിട്ടുള്ളൊരു ചെയ്തി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണപ്പെടാറായിട്ടുള്ളത്. എല്ലാ കേസസിലും അല്ല, പലപ്പോഴും. അപ്പോൾ പിന്നെ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് മൗനികൾ എന്ന് പറയണത് വെച്ചാൽ അത് ഒരു വിഭാഗം ആൾക്കാർക്ക് അങ്ങനെയാണത് കാണപ്പെടുന്നത്. അത് ഭയങ്കര ഡള്ളായിരിക്കും. എന്നിരുന്നാലും വിഷാദം എന്ന് പറയണത് അതിനെക്കാട്ടിലും എത്രയോ ആഴത്തിലുള്ള ഒരു വൈകാരിക അനുഭവമാണ്. ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും അവർക്ക്. എനർജി അവർക്ക് ഭയങ്കര കുറവായിരിക്കും. കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. എത്ര കാര്യങ്ങൾ ചെയ്താലും പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഉണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ചില ആൾക്കാർ ചിരിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാളുടെ ആ പോസ്റ്ററലി നമുക്ക് ഡിപ്രസീവ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് കാണാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിനക്ക് എന്ത് ഡിപ്രഷനാണ്, നിന്റെ തോന്നലാണ്, ഇതാണോ നിന്റെ ഡിപ്രഷൻ, അങ്ങനെയുള്ള വാചകങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഒരു സ്റ്റിഗ്മ നമുക്ക് വേണ്ട. ഓക്കെ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി.